ഈ വാർത്തയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പോലീസിനും പങ്കെന്ന് കണ്ടെത്തുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് ഒരു പീഡനക്കേസിന്റെ വാർത്ത വരുന്നുണ്ട്. പീഡനക്കേസിൽ അറസ്റ്റിലായത് എക്സൈസ് ഇൻസ്പെക്ടറാണ്. വാടക വീടിന്റെ ഉടമയുടെ മകളെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രകാശിനെ ആലുവ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജയപ്രകാശിനെ കോടതിയിൽ ഹാജരാക്കും. അൽ അമീൻ തോട്ടുമുക്ക് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് അൽ അമീൻ. രക്ഷിക്കേണ്ടവർ തന്നെ ശിക്ഷകരാകുന്ന മകളെന്ന് മറക്കുന്ന ഒരു കാഴ്ച, അതും സ്വന്തം താമസിക്കുന്നതിനായി വീട് വാടകയ്ക്ക് തന്നയാളുടെ മകളോടാണ് ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത്. ഈ ജയപ്രകാശിനെ എപ്പോഴായിരിക്കും കോടതിയിൽ ഹാജരാക്കുക? സുജയ, ജയപ്രകാശിനെ വൈദ്യപരിശോധനയ്ക്കായി പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇയാൾ കഴിഞ്ഞ കുറേ നാളുകൾ താമസിക്കുന്ന വീട്ടുടമസ്ഥന്റെ മകളോടാണ് മോശമായി പെരുമാറുകയും സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടി തിരുവനന്തപുരത്തേക്കാണ് പരാതി അറിയിച്ചത്. ആ പരാതി ആലുവ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്ത് വരികയും ആലുവ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയായിരുന്നു. എക്സൈസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിക്കുന്നത്, സ്വാഭാവികമായും ഇയാളൊരു എക്സൈസ് ഇൻസ്പെക്ടറാണ്, എക്സൈസ് ഓഫീസറാണല്ലോ. അപ്പോൾ എക്സൈസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത് ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് ആലുവ റേഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എക്സൈസ് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇയാൾ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തും സമാനമായ രീതിയിൽ ഒരു പരാതി ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് എക്സൈസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ, ഈ പരാതിയിലും സമാനമായ പരാതിയിലും ഇയാൾ നേരത്തെ അന്വേഷണം നേരിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജയപ്രകാശിന്റെ സ്ഥിരം പരിപാടിയാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. വീണ്ടും എത്താം ഞാൻ അൽ അമീനിലേക്ക്.